എല്ലാവർക്കും നമസ്കാരം. ഡാനിയൽ പെരേരയാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. വീണ്ടും വീഡിയോ ഇടാൻ വന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ, അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മയക്കുമരുന്ന്, MDMA പോലുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണ്. സോ അതൊക്കെ കണ്ടപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ ഉണ്ടാകുന്ന കോലാഹലങ്ങളും മറ്റുമൊക്കെ ഞാൻ കണ്ടപ്പോഴത്തേക്കും എനിക്കും ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ എനിക്കും പറയാനുണ്ട് എന്നെനിക്ക് തോന്നി. സോ അതുകൊണ്ട് തന്നെ അത് പറയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയും നാൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാൽ സമയമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഒരുപാട് ജോലി തിരക്കും കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിനോടൊപ്പം തന്നെ ഒരല്പം നല്ല മടിയും പിടിച്ചു. സോ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഒന്നും. എനിവേ, ഇനിയെങ്കിലും എല്ലാം നല്ലപോലെ സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ എനിവേ, എന്താണ് എനിക്കിപ്പോൾ പറയാനുള്ളത്? MDMA കുറിച്ചുള്ള ചർച്ചകളും മറ്റുകളൊക്കെ നാട്ടിലിപ്പോൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നാട്ടിലൊന്ന് പോയിരുന്നു. നാട് ഒരു 2 വർഷത്തിന് ശേഷമാണ് പോകുന്നത്. അതിന് മുന്നേ ഞാൻ എൻ്റെ കല്യാണത്തിനാണ് പോയിരുന്നത്. കല്യാണത്തിന് പോകുന്ന സമയത്ത് പോലും എനിക്ക് അധികം ഒന്നും നാട്ടിൽ ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴാണ് ശരിക്കും നാട്ടിൽ പോയി ഒന്ന് കറങ്ങാനും മറ്റുമൊക്കെ ആയിട്ട് എനിക്ക് സാധിച്ചത്. അവിടെയുള്ള ആളുകളെയൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കാനും പറ്റിയത്. കല്യാണത്തിൻ്റെ ടൈമിലെന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ ടെൻഷനിൽ അങ്ങ് നിൽക്കുമായിരുന്നു. എനിവേ, അപ്പോൾ ആ കഴിഞ്ഞ കല്യാണത്തിന് പോയത് അതങ്ങനെ ഒരു നാട്ടിലെ വിസിറ്റായിട്ട് ഞാനതും കൂട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ നാട് പോയി കാണുന്നത്. വല്ലാത്ത മാറ്റമാണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ റോഡുകൾ പണി നടക്കുന്നു ഭയങ്കര തകൃതിയായിട്ട്. വലിയ വലിയ കെട്ടിടങ്ങൾ വരുന്നു, പുതിയ പുതിയ കമ്പനികൾ വരുന്നു. ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. ട്രിവാൻഡ്രത്തെ കഴക്കൂട്ടത്തൊക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം കഴക്കൂട്ടത്ത് എന്തുമാത്രം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത്. എനിക്ക് ചെന്നപ്പോൾ നാട് തിരിച്ചറിയാനേ പറ്റുന്നില്ല. ആ രീതിയിലാണ് നാടിൻ്റെ വൈബ് മൊത്തത്തിലങ്ങ് മാറിപ്പോയി. രാത്രി 24 മണിക്കൂറും തുറന്നിരിക്കുന്ന കടകളും എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ആൾക്കാരും ടെക്നോ പാർക്കും എല്ലാമായിട്ട് മൊത്തത്തിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വൈബായിരുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ പലരും എന്നോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ മരുന്നുപയോഗവും മറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. വളരെ പരസ്യമായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ കഞ്ചാവ് എല്ലാം യൂസ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊന്നും അത്ര മെയിൻ സ്ട്രീമായിട്ട് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും എനിക്ക് അതിശയമായിപ്പോയി. എങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത്രയും പരസ്യമായിട്ടൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയോ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഒന്ന് അത്ഭുതപ്പെട്ടു. അതിന് ശേഷമാണ് പിന്നെ തിരിച്ച് ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള വാർത്തകൾ, അതായത് ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഡ്രഗ് അബ്യൂസുകൾ, അതുപോലുള്ള അടി, കൊല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ യുവജനങ്ങളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ. ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ലെവലിലേക്ക് ഇപ്പോൾ നാട്ടിലെ അവസ്ഥ എത്തിയിട്ടുണ്ടെന്ന് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി. വേറൊരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുള്ളതെന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇതിനെതിരെ ഇപ്പോൾ ഒരു 1-2 കൊലപാതകങ്ങൾ നടന്നല്ലോ. അതിൻ്റെ പേരിൽ നമ്മുടെ ആളുകളൊക്കെ ഒരുവിധം എല്ലാവരും മുന്നിട്ടിറങ്ങി ഇതുപോലുള്ള ഡ്രഗ് പെഡ്ലേഴ്സിനെതിരെയൊക്കെ ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നും വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ ഒരു 8 വർഷത്തോളമായിട്ട് ഞാനിപ്പോൾ അയർലൻഡിലാണുള്ളത്. എനിക്ക് നമ്മുടെ നാട്ടിലെ അവസ്ഥ അയർലൻഡുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാനാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതും അയർലൻഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കുറിച്ചുള്ള ഒരു ചെറിയൊരു വിശകലനം, എൻ്റെ ഒരു അഭിപ്രായവും കൂടെ ചേർത്താണ് ഞാൻ പറയാൻ പോകുന്നത്. അയർലൻഡ് ശരിക്കും നമ്മുടെ നാട്ടിനേക്കാളും കുറച്ചുകൂടെ ഈ ഡ്രഗിൻ്റെ ഉപയോഗത്തിൽ ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. മുന്നിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമൊന്നുമല്ല. 1ാം സ്ഥാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമൊന്നുമല്ല. അത് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലുള്ളൊരു രാജ്യമാണ് അയർലൻഡ്. ഡ്രഗിൻ്റെ ഉപയോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് കഞ്ചാവ് മാത്രമല്ല, മറ്റ് ഇവിടെയൊക്കെ അവർ എക്സ്റ്റസി എന്ന് വിളിക്കുന്ന കുറേ ഡ്രഗ്സ് ഉണ്ട്, MDMA ഉണ്ട്. അതുപോലുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വളരെ പരസ്യമായിട്ട് ഇവിടെയുള്ള എല്ലാ പാർട്ടികളിലും മറ്റുമൊക്കെ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കേന്ദ്രമാണ്. യൂറോപ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആശാന്മാരാണ്. ഇവരുടെ എല്ലാ കുടുംബത്തിലും ഇതൊക്കെ ഉപയോഗിക്കുന്ന 1, 2, 3 പേരൊക്കെ ഉണ്ടാവും ഉറപ്പായിട്ടും. അത് നമ്മൾ നേരിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ പറയുന്നൊരു കാര്യമല്ല. പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിവിടുത്തെ ഏറ്റവും റഫായിട്ടുള്ള ഏരിയയിൽ അവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്.
അപ്പോൾ പാർട്ട് ടൈം ജോലിയും ഫുൾ ടൈമായിട്ട് അവിടെ ഞാൻ വർക്ക് ചെയ്തിരുന്നു കുറേ നാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ലോക്കൽസുമായിട്ടും എല്ലാം സംസാരിച്ചും അവരുടെ രീതികളെല്ലാം മനസ്സിലാക്കിയും എനിക്ക് ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു ഐഡിയ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അവരുടെ ജീവിതം ഞാൻ കണ്ടിട്ടുള്ളതാണ്. സോ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ളൊരു അവസ്ഥയല്ല. നമ്മുടെ നാട്ടിലിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബിഗിനിങ് സ്റ്റേജിലാണെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അയർലൻഡും യൂറോപ്പും എന്ന് പറയുന്നത് ഈ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രൈമുകളും മറ്റു കാര്യങ്ങളിലുമൊക്കെ വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഇത് വന്നു കഴിഞ്ഞാൽ ഒരാൾ കാശുള്ളവൻ വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു, അതോടെ കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിലല്ല ഡ്രഗ് എന്ന് പറഞ്ഞാൽ. ഡ്രഗിനെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ സൈഡ് ഇഫക്ട്സും ഒരുപാട് ഒരാൾക്കുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നത്തിലേക്കാൾ കൂടുതൽ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഭയങ്കരമായിട്ടുണ്ടാകുന്നുണ്ട്. സോ സാമൂഹികമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡ്രഗ് ഒരാൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അവരുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് അവരത് ഉപയോഗിച്ച് തുടങ്ങും. പിന്നെ അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ജോലി ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇവർക്കൊരു വരുമാനം വേണം. ഒന്നുകിൽ ഇവർ ഈ ഡ്രഗ്സ് വിൽക്കാൻ തുടങ്ങും. ഈ ഡ്രഗ്സ് വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡ്രഗ്സ് വിറ്റ് ചിലപ്പോൾ എല്ലാവർക്കും അത് വിറ്റ് സക്സസ്ഫുൾ ആവാനും പറ്റിയെന്ന് വരത്തില്ല. ഡ്രഗിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പണി നടക്കത്തില്ല. പിന്നെ എളുപ്പമുള്ള പണിയെന്ന് പറഞ്ഞാൽ മോഷണമാണ്. മോഷണം ഭയങ്കരമായിട്ട് കൂടും. അയർലൻഡിൻ്റെ ഒരു ഡബ്ലിൻ സിറ്റിയിലെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ കയ്യിലൊരു സൈക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൈക്കിളുമായിട്ട് നിങ്ങളൊരു കടയിലോട്ട് പോയി നോക്കണം. ഏതെങ്കിലും കടയുടെ പുറകിൽ ഇതൊന്ന് വച്ചിട്ട് ഒരു 5 മിനിറ്റ് അകത്ത് പോയി നിന്നിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു 75% നിങ്ങളുടെ ആ സൈക്കിൾ അവിടെ കാണാനുള്ള സാധ്യത കുറവാണ്. ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകൾ ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. പിന്നെ അതിനോടൊപ്പം തന്നെ ഇവിടെ വളരെ ജനസംഖ്യ കുറവായിട്ടുള്ളൊരു രാജ്യമാണിതെന്ന് പറയുന്നത്. ഈ ജനസംഖ്യ കുറഞ്ഞ രാജ്യത്ത് ഒട്ടും മാൻ പവർ ഇല്ലാത്തൊരു രാജ്യത്ത് അവിടെയുള്ള യുവാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരും വളരെ നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടികളും എല്ലാവരും ഈ ഹോംലെസ്സായിട്ട് ഇങ്ങനെ വഴിയിൽ കിടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. കാരണം വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി, നോക്കാൻ ആരുമില്ല. പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭിക്ഷ എടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. നാട്ടിൽ നിന്ന് ഞാൻ ഇത്രയും ഭിക്ഷക്കാരെ കണ്ടിട്ടില്ല. നാട്ടിലുള്ളതിനേക്കാൾ നിങ്ങൾ വിശ്വസിക്കില്ല, അയർലൻഡിലെ ഭിക്ഷക്കാരുടെ എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ഭിക്ഷക്കാരെക്കാളും കൂടുതലാണ്. വളരെ കൂടുതലാണ്. സോ ഇത് അയർലൻഡിൻ്റെ മാത്രം കഥയല്ല. ഈ പറയുമ്പോൾ അയർലൻഡാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം യൂറോപ്പിൻ്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര സാറ് നമ്മുടെ യൂറോപ്പിനെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള പിക്ചർ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു നെഗറ്റീവ് ഷെയ്ഡുള്ളത് ഇങ്ങനെ ഈ ഡ്രഗ് അബ്യൂസിൻ്റെ ഒരു വലിയൊരു നെഗറ്റീവ് കഥയും യൂറോപ്പിന് പറയാനുണ്ട്. സോ അങ്ങനെയുള്ളത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ഡ്രഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്നൊരു പരിപാടിയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സ്കൂളുകളിലും മറ്റുമൊക്കെ വെച്ച് ഇതുപോലുള്ള ചെറിയ ഈ ഡ്രഗ്സിൻ്റെ ചെറിയ സാമ്പിൾസ് കൊടുത്ത് അവരെ ഇതിലേക്ക് എത്തിച്ചിട്ട് പിന്നെ 18 വയസ്സാകുന്നതിന് മുന്നേ തന്നെ ഇവരെ ഡ്രഗ് പെഡ്ലേഴ്സാക്കി മാറ്റും. അതായത് ഡ്രഗ് ട്രേഡ് ചെയ്യാനായിട്ട്, ഇത് വിൽക്കാനായിട്ട് ഇവരെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കും. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഒരു 14 വയസ്സ് തൊട്ട് അതിന് മേളിൽ ഒരു 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കൂടുതലായിട്ട് ഏൽപ്പിക്കാറുള്ളത്. ഇതിൽ അവർക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർ പോലീസിൻ്റെ കണ്ണിൽ പെടാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുട്ടികളെ ചോദ്യം ചെയ്യുന്നതിലും കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യുന്നതിലുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും ലിമിറ്റേഷൻസും ഒക്കെ ഉള്ളൊരു നാടാണിത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഉപയോഗിച്ചായിരിക്കും ഇവർ ഡ്രഗ് ട്രേഡ് ചെയ്യുന്നത്. കുട്ടികൾക്കുള്ള ഗുണം എന്താണ്? അപ്പോൾ ഇങ്ങനെയുള്ള കഞ്ചാവും അതുപോലുള്ള മറ്റു മരുന്നുകളും വിൽക്കുന്നതിനോടൊപ്പം കുട്ടികൾക്ക് അവരുടെ കയ്യിൽ കുറച്ച് വരുമാനമൊക്കെ വന്നു തുടങ്ങുമ്പോഴത്തേക്കും വളരെ ഈസി മണിയാണ്. വേറെ ഒന്നുമില്ല. ഇവർക്ക് പരിചയപ്പെടുന്ന ആളുകളുടെ കയ്യിൽ സാധനം കൊടുക്കുക, കാശപ്പ മേടിച്ചിട്ട് ആ കിട്ടുന്നതിൻ്റെ ലാഭം ഇവർക്കുള്ളതാണ്. പിന്നെ ഇവരെന്ത് ചെയ്യും? ഈ കിട്ടുന്ന കാശ് കൊണ്ട് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കും. പഠിത്തം ഉപേക്ഷിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ലൈഫിൽ ഇതല്ലാതെ വേറൊരു പണി അവർക്ക് അറിയില്ല, വേറൊരു ജോലി അവർ ചെയ്യില്ല. ഇവർ പിന്നെ ഈ ഡ്രഗിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഫ്രീ ആയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രൈമുകളിൽ ഏർപ്പെടുന്നൊരു സ്വഭാവം ഇവർക്കുണ്ട്. അത് വെറുതെ ഈ ഡ്രഗ്സ് വിറ്റ് വെറുതെ പോവുക എന്നുള്ളതല്ല. പിന്നെ ആ ഏരിയയിൽ ആര് ഡ്രഗ് കൊടുക്കണം, അവർ ടീമുകളായിട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാവാറുണ്ട്. ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കടയിൽ ഒരു പയ്യൻ വരുമായിരുന്നു. അവൻ ഉപയോഗിക്കുന്നതെല്ലാം വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഉടുപ്പുകളും നല്ല എക്സ്പെൻസീവായിട്ടുള്ള ജാക്കറ്റ്, കാനഡ ഗൂസ് എന്ന് പറഞ്ഞൊരു ജാക്കറ്റൊക്കെ ഒരു 600-700
€600 നമ്മുടെ നാട്ടിൽ 50,000 60,000 രൂപ വരുന്ന ജാക്കറ്റുകളും അതിനോടൊപ്പം തന്നെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള വാച്ച്, വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഡ്രസ്സുകൾ, ഷൂസുകൾ എല്ലാം ഉപയോഗിച്ചിട്ട് വരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും ഇവർ ഡ്രഗ് വിൽക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ ഭയങ്കര ഹൈപ്പറായിരിക്കും. അപ്പോൾ ഇവരെന്നാ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ അറിയുന്നത് ഈ പയ്യൻ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ്. തൂങ്ങി മരിക്കുന്നതിനുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. ഇവൻ ഈ ഡ്രഗ് വിൽക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇവന് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഈ ഡ്രഗ്സ് വിൽക്കുന്നതിനോടൊപ്പം തന്നെ കിട്ടുന്ന പൈസകൾ ഇങ്ങനെ ലാവിഷായിട്ട് ഉപയോഗിച്ച് അവസാനം ഇവൻ്റെ നേതാവിന് അല്ല ബോസിന്, ഇവനിത് കൊടുക്കുന്ന ആളിന് ഇവൻ ഏകദേശം €35,000 കടക്കാരനായിട്ട് മാറി. ആ പൈസ ഇവന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇവനെ അവൻ്റെ നേതാവ് വിളിച്ചു ഭീഷണിപ്പെടുത്തി, പൈസ കൊടുത്തില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്നുള്ളത്. ഈ ഡ്രഗ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യുമെന്നുള്ളത് ശരിയാണ്. അത് ചെയ്യുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ ഡ്രഗ്സ് ട്രേഡ് ഇതുപോലുള്ള മാഫിയകളുടെ വർക്കിൽ പേടിയെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഈ ആൾക്കാരെ പേടിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് പൈസ കിട്ടുമെന്നറിയാം. അപ്പോൾ ഇങ്ങനെ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ പേടിച്ചു. അതായത് ഇവനെ കൊല്ലുമെന്ന് മാത്രമല്ല പറഞ്ഞത്, ശരിക്കും ഇവന് പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവൻ്റെ വീട്ടുകാരെ കൊല്ലുമെന്നാണ് അവർ പറഞ്ഞത്. പേടിച്ച് ഇവന് കാല് പിടിച്ചു. അവരുടെ അടുത്ത് പോയി ഒരു കോംപ്രമൈസിന് വേണ്ടിയൊക്കെ സംസാരിച്ച് നോക്കി. പക്ഷേ ഒന്നും നടന്നില്ല. ഒടുവിൽ അവനെ കൊല്ലും എന്നുള്ള ഒരു ഇതായപ്പോഴത്തേക്കും അവനെയും കൊല്ലും, അവൻ്റെ വീട്ടുകാരെയും കൊല്ലും എന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോഴത്തേക്കും അവൻ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇതാണ് ആ പയ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഡ്രഗ്സ് വിൽക്കുന്ന ഗ്യാങ്ങുകളുണ്ടല്ലോ, ആ ഗ്യാങ്ങിൽ പെട്ട പിള്ളേർക്ക് അവർക്ക് വലിയ വലിയ ആളുകളായിട്ടൊക്കെ, ഈ മാഫിയകളിലെ വലിയ വലിയ ആളുകളായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ട് തന്നെ ആ ധൈര്യം അതിലവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാറ്, അവൻ്റെ വീട്ടിലിട്ടിരിക്കുന്നൊരു കാറായിരുന്നു. ഇവിടെ അയർലൻഡിൽ തന്നെ അവൻ വളരെ ആറ്റുനോറ്റ് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചൊരു കാറെടുത്തതാണ്. ആ കാർ അവർ രാത്രിയായപ്പോൾ വന്ന് തള്ളിക്കൊണ്ട് പോയി. അവർക്ക് വേറെ രസവും, ചുമ്മാ ഒരു രസത്തിന് വന്ന് തള്ളിക്കൊണ്ട് പോയി. അവർ വേറൊരു സിറ്റിയിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കത്തിച്ച് കളഞ്ഞു. അങ്ങനെ അവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. ഇവിടുത്തെ നിയമം അനുസരിച്ച് പിടിച്ചാൽ ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 18 വയസ്സായാലേ ഇവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനൊരവസ്ഥ. പിന്നെ വീടുകളിൽ മോഷണമെന്ന് പറഞ്ഞാൽ, കാരണം ഈ സാധനം വാങ്ങിക്കാനായിട്ട് ഒരുപാട് കാശിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഈ കാശ്, പണിയില്ലാത്തവൻ എവിടെ നിന്നാണ് കാശ്? അപ്പോൾ ഈ കാശിന് വേണ്ടിയിട്ട് വീടുകൾ കുത്തി തുറക്കും, അവിടെയുള്ള സാധനങ്ങൾ എടുക്കും. ഇലക്ട്രോണിക് ഐറ്റംസ്, ഫോണ്, ലാപ്ടോപ്പ്, അതുപോലെ TV, അതുപോലുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ഇന്ത്യക്കാരുടെ വീട് കേന്ദ്രീകരിച്ച് സ്വർണ്ണം അടിച്ചു മാറ്റുന്നൊരു പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല ക്രൈമുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഓർഗനൈസ്ഡ് ക്രൈമുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അയർലൻഡ്, നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഒരു കുഞ്ഞു രാജ്യമാണ് ഇത്. ഈ രാജ്യത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം വലിയ വലിയ ഓർഗനൈസ്ഡ് ക്രൈംസ് നടക്കുന്നുണ്ട്. ഇവിടുത്തെ വലിയ ഗുണ്ട, ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവെന്നൊക്കെ പറയുന്ന ആൾ, ഇവിടുത്തെ ഗവൺമെൻറ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളിപ്പോൾ ദുബായിലൊക്കെ ആണെന്നാണ് പറയുന്നത്. ദുബായിൽ നിന്ന് രക്ഷപ്പെട്ട് ഇറാനിൽ മുങ്ങിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു രാജ്യമാണ്. നമുക്ക് വിചാരിക്കുന്നതിനപ്പുറം വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു നാടാണിത്. ഈ നാട് മാത്രമല്ല, യൂറോപ്പിലെ ഏകദേശം എല്ലാ രാജ്യങ്ങളുടെ കഥയും ഇത് തന്നെയാണ്. സോ ഞാൻ എന്തിനാണ് ഇതിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ എന്നും ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും നമ്മൾ ഒരു സാധനം ഒരിടത്ത് ഇട്ടിട്ട് പോയത് അവിടെ തന്നെ കാണും. നമുക്കത് ആരും അങ്ങനെ എടുത്തുകൊണ്ട് പോകത്തില്ല. അധികം ഇങ്ങനെ മോഷണവാസന വളരെ കുറവായിരുന്നൊരു നാടാണ് നമ്മുടേത്. ഒരു പക്ഷേ അല്ലെങ്കിൽ ക്രൈമുകൾ ഉണ്ടാവുമെങ്കിൽ പോലും ഭയങ്കര ഭീകരമായ ക്രൈമുകളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മുടെ നാട്ടിൽ ഭയങ്കര അതിഭീകരമായ ക്രൈമുകൾ നടക്കുന്നുണ്ടെന്നുള്ളത്, അതിനേക്കാളും വലിയ ക്രൈമുകൾ നടക്കുന്ന രാജ്യങ്ങളുണ്ട്. അതിൽ ഈ യൂറോപ്പ് ഉൾപ്പെടും. ഇറ്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റലി എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇറ്റാലിയൻ മാഫിയ എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഫേമസ് ആണ്. ഡ്രഗ് ട്രേഡിങ്ങിൻ്റെ മെയിൻ ആശാന്മാരാണ് അവരെന്ന് പറയുന്നത്. സോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾ, ഇപ്പോൾ നമ്മളീ പോകാൻ പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ലിപ്പറി സ്ലോപ്പാണ്. ഇവിടെ നിന്ന് ഒരു തവണ വീണ് കഴിഞ്ഞാൽ നേരെ താഴോട്ട് വീഴത്തുള്ളൂ. നമ്മുടെ പിള്ളേർ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഭാവി, നാടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലങ്ങ് മാറിപ്പോവും. സോ അതുകൊണ്ട് തന്നെ അയർലൻഡ് നമുക്കൊരു പാഠം തരുന്നുണ്ട്.
ഈ ഡ്രഗ് കാർട്ടൽസിനെ, മാഫിയയെ നമ്മൾ തടഞ്ഞേ പറ്റുള്ളൂ. അതിനെങ്ങനെയും എന്ത് വില കൊടുത്തും എന്തെങ്കിലും ചെയ്ത് അതിനെ തടഞ്ഞേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നാട്ടിലുള്ളവർ എല്ലാവരും കുട്ടികളെയെല്ലാം, നമ്മുടെ പിള്ളേരെയെല്ലാം സേഫായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുക. ആരുടെ കൂടെയാണ് കൂടുന്നത്, അവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ തടയുക. അഥവാ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക. മാക്സിമം നമുക്ക് അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനെതിരെ വിരോധിക്കുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ വിരോധിക്കുക. അതാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ നാളെ എൻ്റെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊന്നും കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, വീട്ടിലൊരു വണ്ടി ഇടാൻ പറ്റാത്തൊരവസ്ഥ, വീട്ടിൽ കുറച്ച് സ്വർണം വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ, രാത്രി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അങ്ങനൊരു അവസ്ഥയിലേക്ക് നമുക്ക് പോകണോ, അതോ ഇപ്പോഴേ ഇതിവിടെ വെച്ച് തടയണമെന്ന് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ എനിവേ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെല്ലാം കൃത്യമായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കുറേ നാളായി സംസാരിച്ചിട്ട്, അതുകൊണ്ട് തന്നെ വാക്കുകളൊക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് എടുത്തങ്ങ് പറയുന്നതിലൊരല്പം ബുദ്ധിമുട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. എനിവേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് എഴുതി അറിയിക്കുക താഴെ കമൻറ്റിൽ. സോ ഇനി നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാം. എനിക്കൊരല്പം മടുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അയർലൻഡിലെ വിശേഷങ്ങളും ജോലിയെക്കുറിച്ചുള്ള